Hello everyone, welcome back to our YouTube channel School Diaries. ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിൻ്റെ സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കറിയാം എക്സാം ഇങ്ങ് അടുത്തെത്തി. അപ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കാം നമ്മുടെ ചോദ്യങ്ങൾ വരിക എന്നൊന്ന് നോക്കാം. അപ്പോൾ 25 മാർക്കിൻ്റെ നമ്മൾ സാധാരണ എക്സാമിന് ഉണ്ടാവുന്നത് പോലെ തന്നെ 25 മാർക്കിൻ്റെ ചോദ്യമാണ് ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മുടെ ഉത്തരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ കൂട്ടുകാർ എന്ത് ചെയ്യുക, ആദ്യം നമ്മളെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള വീഡിയോ കാണുക. അതിന് ശേഷം ഉത്തരം നിങ്ങൾ സ്വന്തമായി എഴുതിയതിന് ശേഷം പാരൻസിൻ്റെ സഹായത്തോടെ വാല്യൂ ചെയ്ത് മാർക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിന് ശേഷം മാത്രമേ നമ്മുടെ ആ വീഡിയോയിൽ ആൻസർ പാർട്ടിൻ്റെ ഭാഗത്തേക്ക് നിങ്ങൾ പോകാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആക്ടിവിറ്റി 1 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ 3 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. എ ക്വസ്റ്റ്യൻ, നെയിം 2 ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ വാട്ടർ. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ പഠിച്ചതാണ്. നെയിം 2 ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ വാട്ടർ. ബി ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ടേബിൾ. അവിടെ ഇൻസെക്ട്സിൻ്റെ നെയിമും ഡിസീസസിൻ്റെ നെയിമും ഒക്കെ എഴുതാനുള്ള സ്ഥലം തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും നോക്കി ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. സി ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ ഡ്രൈ ഡേ? ഡ്രൈ ഡേ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, നോട്ട്സിൽ എഴുതിയ കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ കൂട്ടുകാരൊക്കെ പെട്ടെന്ന് ഈ 3 ചോദ്യത്തിന് ഉത്തരം എഴുതി 5 മാർക്ക് വാങ്ങിക്കോ. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റിയിലേക്ക് പോകാം. അതിലും 5 മാർക്കാണ് ഉള്ളത്. അതിൽ എ ക്വസ്റ്റ്യൻ നോക്കാം. ബിലോ ഈസ് എ ലിസ്റ്റ് ഓഫ് ഫുഡ് കൺസ്യൂംഡ് ബൈ 3 ചിൽഡ്രൻ. വിച്ച് ചൈൽഡ് എയ്റ്റ് മോർ ന്യൂട്രിയസ് ഫുഡ്? വൈ? അപ്പോൾ അവിടെ ടേബിൾ കൊടുത്തിട്ടുണ്ട്. 3 കുട്ടികളും കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആർതാണ് കൂടുതൽ നല്ലത്, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ആണ്, എന്തുകൊണ്ട്? അപ്പോൾ ആ ടേബിൾ നോക്കിക്കോ, ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക, എന്നിട്ട് ആൻസർ എഴുതാം. ഇനി അതിൻ്റെ ബി ക്വസ്റ്റ്യൻ, അവിടെ റൈസ് ഉണ്ട്, അതുപോലെ തന്നെ വീറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ വേർഡ്സ് ആണ് കംപ്ലീറ്റ് ചെയ്യാണ് വേണ്ടത്. നമുക്കറിയാം ഓരോന്നും കൊണ്ടുണ്ടാക്കാൻ പറ്റിയ ഫുഡ് ഐറ്റംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, ദെൻ ആക്ടിവിറ്റി 3. ഇവിടെയും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 2 ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുള്ളത്. എ ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഷുഡ് വി ഇൻക്ലൂഡ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ട്യൂബേഴ്സ്, പൾസസ്, സെറൽസ് എക്സെട്ര ഇൻ അവർ ഡയറ്റ്? നമ്മൾ പഠിച്ച ചോദ്യം, അതേ ചോദ്യം തന്നെയാണ്, നമ്മുടെ നോട്ടിൽ എഴുതിയിട്ടുള്ള അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. Then B question, below are some things related to food. In them give a tick to what is right. അപ്പോൾ താഴെ തന്നതിൽ ശരിയായതിന് മാത്രം എന്ത് ചെയ്യുക, ടിക്ക് ഇടാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ഓരോന്നും വായിച്ച് നോക്കുക. എന്നിട്ട് ഏതൊക്കെയാണ് അതിൽ നല്ല കാര്യം അല്ലെങ്കിൽ ശരിയായ കാര്യം എന്ന് വെച്ചാൽ അതിന് നേരെ ടിക്ക് ഇടുക. അപ്പോൾ ഈ 2 ചോദ്യത്തിനും കൂടി 5 മാർക്കാണ്. ദെൻ ആക്ടിവിറ്റി 4 5 മാർക്കിൻ്റെ ചോദ്യം തന്നെയാണ്. കംപ്ലീറ്റ് ദ ടേബിൾ. അവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, അത് ഫില്ല് ചെയ്യാണ് വേണ്ടത്. നോക്കുക, ട്യൂബേഴ്സ് കൊടുത്തിട്ടുണ്ട്, ബംഗാൾ ഗ്രാം കൊടുത്തിട്ടുണ്ട്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്. അപ്പോൾ അത് വെച്ച് ആ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ബി ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ. മിൽക്ക്, എഗ്, ടാപ്പിയോക്ക, മീറ്റ്. ഇതിലേതാണ് ഓഡ് വൺ, കൂട്ടത്തിൽ പെടാത്തതെന്ന് കണ്ടുപിടിക്കാം. ദെൻ 5th ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 5 മാർക്ക് തന്നെയാണ്. മണിക്കുട്ടി ഈസ് ഡൂയിങ് എൻ എക്സ്പെരിമെൻറ്റ് ടു ചെക്ക് വെദർ എയർ ഈസ് പ്രസൻറ്റ് ഇൻ ദ സോയിൽ. പ്രിപ്പയർ ദ എക്സ്പെരിമെൻറ്റ് നോട്ട് ഫോളോയിങ് ദ ഗിവൺ സ്റ്റെപ്പ്. അപ്പോൾ എക്സ്പെരിമെൻ്റൽ നോട്ട് ഉണ്ടാക്കാനാണ്, നമുക്കറിയാം എന്തൊക്കെയാണ് അതിൽ വേണ്ടതെന്ന്. അപ്പോൾ അതിൽ മെത്തേഡും ഒബ്സർവേഷനും മാത്രമാണ് നിങ്ങളോട് പൂരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് എഴുതിക്കോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ചോദ്യങ്ങൾ. ഇനി നമ്മൾ ആൻസേഴ്സ് നോക്കാൻ വേണ്ടി പോവാണ്. അപ്പം നിങ്ങൾ എഴുതിയ ആൻസേഴ്സ് ഈ ആൻസേഴ്സുമായിട്ട് വെച്ച് നോക്കുക. അപ്പോൾ അതിൽ ഓരോ ആക്ടിവിറ്റിയിലും ഓരോ ആൻസർ എഴുതിയാൽ എത്ര മാർക്ക് വീതം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കി നോക്കുക. ആക്ടിവിറ്റി 1 നോക്കുക, അതുപോലെ തന്നെ ആക്ടിവിറ്റി 2ൻ്റെ ആൻസേഴ്സ് നോക്കുക, പോസ്റ്റ് ചെയ്ത് വെക്കുക. നിങ്ങൾ ഇതുപോലെ തന്നെയാണോ എഴുതിയിട്ടുള്ളത് എന്നൊന്ന് വായിച്ച് നോക്കുക. അപ്പോൾ ഓരോന്നിനും എങ്ങനെയാണ് മാർക്ക് കൊടുക്കേണ്ടതെന്നുണ്ട്. ദെൻ തേർഡ് ക്വസ്റ്റ്യനിൽ എ പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യന് പിന്നെ 2 മാർക്കും, അതുപോലെ തന്നെ ബി പാർട്ടിൽ വരുന്നത്
3 മാർക്കുമാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ദെൻ 4th ക്വസ്റ്റ്യനിൽ എ പാർട്ടിന് 4 മാർക്കും ബി പാർട്ടിന് 1 മാർക്കുമാണ്. ദെൻ 5th മെത്തേഡ്സും ഒബ്സർവേഷനും കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ 5 മാർക്ക്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ കൂട്ടുകാരൊക്കെ നന്നായിട്ട് എക്സാം എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് കിട്ടിയ മാർക്കൊന്ന് പെട്ടെന്ന് കമൻറ്റ് ചെയ്തേ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.